ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നാം ദൈവവചന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ദൈവമുഖത്തേക്ക്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഇന്ന് ആവശ്യമായ കൃപ ലഭിക്കേണ്ടതിനായിട്ട്, ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം പഠിപ്പാനായിട്ട് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ അവിടുന്ന് ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും സൂമിലൂടെ കർത്താവെ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുന്ന നിമിഷങ്ങളാക്കി തീർക്കണമേ. അടിയനെയും ബലഹീനായ അടിയനെയും കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ വചനത്തിന്റെ ആലോചന കർത്താവെ അറിയിപ്പാൻ തക്കവണ്ണം വചനത്തിന്റെ മേൽ കർത്താവ് അധികാരം തരണം, വാക്കുകളെ തരണം, ഭാഷയെ തരണം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുക്കണം. കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളിലും അത് അനുഗ്രഹകരമായി തീരുവാൻ, കർത്താവെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളോടും ഇടപെടുകയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നും ആരൊക്കെ ഇത് ശ്രവിക്കുവാൻ ഇടവരുന്നുവോ അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വം തിരുമേനി എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നാം കഴിഞ്ഞ ആഴ്ചയില്, ഇതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് 9 ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ തുടർന്നുള്ള ഭാഗം, 2-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. അവിടെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്, പ്രത്യേകിച്ചും 2-ാം അധ്യായത്തെക്കുറിച്ച് പഠിച്ചത്, ഒരു ഗുഡ് പർപ്പസ്, വി ഹാവ് എ ഗുഡ് പർപ്പസ് ടു അച്ചീവ്. നമുക്ക് ഒരു നല്ല ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ലക്ഷ്യം നാം പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു, നേടേണ്ടതായിട്ടിരിക്കുന്നു. അത് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, യേശു ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുക എന്നുള്ളതാണ് ആ ഗുഡ് പർപ്പസ് എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ നാം അനുരൂപമായി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ അവന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യ ശക്തി അവന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാനായിട്ട് നാം പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായിട്ട് രൂപാന്തരപ്പെടുന്ന അതേ ഭാവം തന്നെ ഉണ്ടാകുന്ന ഒരു ഗുഡ് പർപ്പസ്, ഒരു ഗുഡ് ഗോൾ ഈസ് ദെയർ ഫോർ അസ് ടു അച്ചീവ്. നാം നേടിയെടുക്കേണ്ടതായിട്ടുള്ള, നാം പ്രാപിക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഭാവം നമുക്കുണ്ടാകണമെങ്കിൽ അത് മനുഷ്യശക്തി കൊണ്ട് നമുക്ക് ലഭിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമുക്ക് ഉണ്ടാകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വി ഹാവ് എ പവർ ടു റിസീവ്. നമുക്ക് ഒരു ദൈവിക ശക്തി നാം പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നു. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മിൽ വ്യാപരിക്കണം. അതിനെക്കുറിച്ചാണ് 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇംഗ്ലീഷിൽ ആ വാക്യം ഇപ്രകാരമാണ്: ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു ടു വിൽ ആൻഡ് ടു ആക്ട് അക്കോർഡിംഗ് ടു ഹിസ് ഗുഡ് പർപ്പസ്. ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ യു. ദൈവമാണ് ആ നല്ല പർപ്പസിന് വേണ്ടി, ഫോർ ഹിസ് ഗുഡ് പർപ്പസിന് വേണ്ടി പ്രവർത്തിക്കുവാനും ചിന്തിപ്പാനും ആഗ്രഹിപ്പാനും നമ്മെ ഒരുക്കുന്നത് ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി
യേശുക്രിസ്തുവിനെ പോലെ നാം അനുരൂപമായി രൂപാന്തരപ്പെടേണ്ടതിന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ലഭിക്കുന്നതും മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിപ്പാനായിട്ട് നമ്മെ ഒരുക്കുന്നതും ഇറ്റ് ഈസ് ഗോഡ് ഹു വർക്ക്സ് ഇൻ us. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. സോ വി ഹാവ് എ പവർ ടു റിസീവ്. ഫോർ ദ ഗുഡ് പർപ്പസ് ടു അച്ചീവ് വി നീഡ് എ പവർ ആൻഡ് we need to achieve, we need to receive that power from above. സ്വർഗത്തിൽ നിന്നുള്ള ആ ശക്തി നാം പ്രാപിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അപ്പൊ നമ്മില് ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം ഉളവാക്കുന്നത് the same attitude that of Christ Jesus, അത് ഉളവാക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പോ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുവാനായിട്ട് ദൈവം പ്രധാനമായിട്ടും 3 ടൂൾസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. ഒന്ന്, the first tool which God has given us to receive his power is the word of God. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ നാം ദൈവവചനം ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നു. We should meditate the word of God. ദൈവത്തിന്റെ വചനം നാം ഹൃദയസ്ഥമാക്കുകയും അത് ധ്യാനിക്കുകയും അത് അനുസരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുകയുള്ളൂ. We should appreciate the word of God. We should appropriate the word of God. We should apply the word of God. 3 കാര്യങ്ങളാണ് നമ്മൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ഉൾക്കൊള്ളേണ്ടതായിട്ടിരിക്കുന്നു. മാത്രവുമല്ല ദൈവത്തിന്റെ വചനത്തെ മതിക്കുന്ന ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മനോഭാവം, ഒരു മതിപ്പ് ദൈവവചനത്തോട് നമുക്കുണ്ടാകണം. അപ്പൊ ദൈവവചനം നാം വായിക്കാനിരിക്കുമ്പോൾ, ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ ആലോചനയാണ്. ഈ ദൈവത്തിന്റെ ആലോചന ഇപ്പോൾ എന്നോട് സംസാരിക്കണമേ, ഇത് അനുസരിപ്പാൻ എന്നെ ഒരുക്കണമേ എന്നുള്ള ഒരു മതിപ്പോട്, ഒരു വാഞ്ചയോട് we should appreciate the word of God, appropriate the word of God, appreciate the word of God. Then we need to apply the word of God. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കണം. കേട്ടിട്ട് മറക്കുന്നവരായിട്ടല്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വചനം കേട്ടിട്ട് നമ്മെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. Not only listeners but also doers of the word. ദൈവത്തിന്റെ വചനത്തെ ചെയ്യുന്നവരായിട്ടിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, ഒരു പ്രസംഗം വന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നാം പങ്കെടുക്കുന്നു, അതൊക്കെ ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവോ ജ്ഞാനമോ ഒക്കെ വർദ്ധിപ്പിക്കുവാനും എനിക്ക് ദൈവവചനത്തിൽ പ്രാഗൽഭ്യമുള്ളവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനോ കേൾപ്പിക്കുവാനോ അല്ല. ഈ ദൈവവചനം അനുസരിപ്പാനുള്ള മനോഭാവത്തിൽ ശമൂവേൽ പ്രവാചകൻ, ശമൂവേൽ ഒരു ബാലനായിരുന്നപ്പം ദൈവം അവനോട് സംസാരിക്കുമ്പോൾ ശമൂവേൽ പറയുന്നുണ്ട്, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അപ്പൊ കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു ചെവി നമുക്ക് വേണം. മാത്രമല്ല കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പൊ ചെവി ഇല്ലാത്തവരോടല്ല കർത്താവ് പറഞ്ഞത്, പക്ഷെ എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിലും ആ ദൈവത്തിന്റെ വചനം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് കുറച്ച് ജീവിതങ്ങളിൽ മാത്രമേ. അപ്പൊ ദൈവത്തിന്റെ വചനം ജീവിതത്തിന്റെ ഭാഗമാകാനുള്ള ഒരു ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടി ഇരിക്കുന്ന ദൈവ പൈതലിന്റെ ഉള്ളിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ടു റിസീവ് ദാറ്റ് പവർ we need to appropriate the word of God, we need to appreciate the word of God, we need to apply the word of God. ദൈവത്തിന്റെ വചനം നാം അനുസരിക്കുന്നവരായിട്ടിരിക്കണം. മാത്രവുമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ആദിമ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി. എബ്രായ ഭാഷ സംസാരിക്കുന്നവരും ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരും തമ്മിൽ ഒരു പ്രയാസം ഉണ്ടായി. അവരുടെ വിധവമാരെ ഉപേക്ഷയായി വിചാരിക്കുന്നു. ടേബിൾ ഫെലോഷിപ്പിൽ, അതായത് ഭക്ഷണം വിളമ്പുമ്പം ഒരു കൂട്ടരുടെ വിധവമാർക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തിരഞ്ഞെടുക്കുവാനായിട്ട് പത്രോസും യോഹന്നാനും ഒക്കെ ആദിമസഭയോട് പറയുന്നു. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. We will devote ourselves to prayer and the ministry of the word. അപ്പോൾ ആദിമസഭ ഏറ്റവും പ്രാധാന്യം നൽകിയത് പ്രാർത്ഥനയ്ക്കായിട്ട്. ആദിമസഭയുടെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നാം വായിച്ചാൽ എത്രമാത്രം അനുഗ്രഹീതമായ പ്രാർത്ഥനകളെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവവചനം കോട്ട് ചെയ്തുകൊണ്ട്
കർത്താവെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതും നിരൂപിക്കുന്നതും എന്ത്? നിന്റെ അഭിഷക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ കൂടി ആലോചിക്കുന്നു എന്ന് പറഞ്ഞുള്ള ആ പ്രാർത്ഥനയുടെ അവസാനത്തിലാണ് അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി എന്ന് നാം വായിക്കുന്നു. അവർ വചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്ന് നാം വായിക്കുന്നു. അതുപോലെ ആദിമ സഭ പത്രോസിനെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ സഭ ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണും. അപ്പോ ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മധ്യത്തിൽ നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ ദൈവവചനം ഗ്രഹിക്കുകയും അതിനെ മാനിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുകയും അതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിച്ച് എങ്കിൽ മാത്രമേ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പിന്നീട് ദൈവം നൽകിയിരിക്കുന്ന മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് നാം അധികം ഇഷ്ടപ്പെടാത്തൊരു കാര്യം. ദൈവവചനവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് സന്തോഷമാണ്, അതൊക്കെ ചെയ്യുവാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, സഫറിങ്സ്, ദൈവം ചില കഷ്ടതകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് മൂന്നാമത്തെ ടൂള് നമ്മിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനായിട്ടാണ്. എന്തുകൊണ്ടാണ് കഷ്ടതകൾ തരുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. 5:3. Suffering produces perseverance, perseverance produces character, and character produces hope. അപ്പൊ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ അതിനായിട്ട് നാം ഒന്ന് ഒരുക്കപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. We have to be prepared so that the power of God may work in us. ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ ഒന്ന് ഒരുക്കപ്പെടണം. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ മലയാളത്തിൽ ചാലകത എന്നുള്ള വാക്ക് ഉപയോഗിക്കും, കണ്ടക്ടിവിറ്റി. പവർ അതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ആ പാസ് ചെയ്യുന്ന മീഡിയം, ആ മെറ്റീരിയൽ ഒരു കണ്ടക്ടർ ആയിരിക്കും. അത് കടത്തിവിടണം. ഈ ശക്തിയെ കടത്തിവിടുവാൻ അനുകൂലമായ ഒരു വസ്തുവിലൂടെ മാത്രമേ ആ ശക്തി കടന്നു പോകുകയുള്ളൂ. കറണ്ട് വ്യാപരിക്കുന്ന, ഏറ്റവും നന്നായിട്ട് കറണ്ട് കടത്തിവിടുന്ന ചെമ്പ് കമ്പി. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ വയറിങ്ങിനൊക്കെ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നത്, കോപ്പർ വയർ. അലൂമിനിയം കമ്പി, നമ്മുടെ റോഡിലെ ഇലക്ട്രിക് ലൈൻ ഒക്കെ അലൂമിനിയം കമ്പി. എന്നാൽ ഇരുമ്പ് കമ്പി അവിടെ ഉപയോഗിക്കുന്നില്ല. കാരണം എന്നാ? ഇരുമ്പ് കമ്പി മഴയത്തും വെയിലത്തും ഒന്ന് കിടന്നാൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. ആ തുരുമ്പ് ആ ശക്തിയെ തടയുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തുരുമ്പുണ്ട്. അത് ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നതിനെ തടയുന്നതാണ്. ഡ്രോസ് എന്നൊക്കെ പറയും, DROSS. അത് ഒരു മെറ്റീരിയൽ അതിനെ ശുദ്ധി ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അതിലൂടെ ആ പവറ് കടന്നു പോകുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നതിന് തടസ്സമായുള്ളതൊക്കെ ഒന്ന് മാറ്റി, മാലിന്യങ്ങളെ മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലൂടെ കടത്തിവിടുവാൻ ദൈവം നൽകുന്ന ഒരു റിഫൈനിങ് ഫയർ എന്ന് പറയുന്നത്, അതായത് ശുദ്ധി ചെയ്യുന്ന, ശോധന ചെയ്യുന്ന തീയാണ് കഷ്ടത എന്ന് പറയുന്നത്. അപ്പൊ കഷ്ടതകള്, അതുകൊണ്ടാണ് കൊച്ചുഞ്ഞുദേശിയൊക്കെ പാടിയത്, കഷ്ടതകൾ ദൈവമേ എന്ന അവകാശം തന്നെയല്ലോ, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. ഇവിടെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കും. പൗലോസിന് അത് പറയുവാനായിട്ട് ധാരാളം സംഗതി ഉണ്ടായിരുന്നു. കാരണം ഫിലിപ്പയിലെ സഭ സ്ഥാപിക്കപ്പെട്ടത് തന്നെ പൗലോസിന്റെ വലിയ ഒരു കഷ്ടതയുടെ അനുഭവത്തിൽ നിന്നാണ് ആ സഭ അവിടെ സ്ഥാപിക്കപ്പെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ വരുന്നു. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പുഴവക്കത്ത് ചെല്ലുന്നു. ആ പ്രാർത്ഥനാ സ്ഥലം കാണാത്തത് കൊണ്ട് പുഴവക്കത്ത് ചെല്ലുന്നു. അവിടെ കൂടിയിരുന്ന സ്ത്രീകളോട് സംസാരിക്കുന്നു. ലുദിയ രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം അവിടെ പാർത്ത് പ്രവർത്തിക്കുന്നു. ലുദിയയുടെ ഭവനത്തിലെ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു പൗലോസും ശീലാസും. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ, അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. വെളിച്ചപ്പാടത്തിയുടെ ഭൂതം ഇറങ്ങിപ്പോയി കഴിയുമ്പോഴാണ് അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭം പോയി അവൾക്ക് ഇനിയും ലക്ഷണം പറയുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കി പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് അധികാരികളെ ഏൽപ്പിക്കുന്നു. അവരെ ക്രൂരമായി പൗലോസിനെ മർദ്ദിക്കുന്നു. ശീലാസിനെയും നന്നായിട്ട് അടിച്ചിട്ട് കാലാമത്തിലിട്ട് പൂട്ടി അവിടെ ജയിലിലാക്കുന്നു ഫിലിപ്പയിൽ. എന്നാൽ ആ രാത്രിയിൽ അവിടെ കിടന്ന്
തങ്ങളെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോഴാണ് അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത്. കാരാഗ്രഹത്തിന്റെ ജയിലിന്റെ വാതിലുകൾ മലക്ക് തുറന്നു. അപ്പോൾ തടവുകാർ എല്ലാം ഓടിപ്പോയിരിക്കുമെന്ന് വിചാരിച്ച് കാരാഗ്രഹ പ്രമാണി ജയിലർ ഓടി വരുന്നു. അവൻ തന്നെത്താൻ കൊല്ലുവാൻ ഭാവിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അത് തന്നെത്താൻ കൊല്ലുവാൻ തലേ ദിവസം ഒരു പക്ഷേ തങ്ങളെ മർദ്ദിച്ച ഈ ജയിലർ, തങ്ങളെ നന്നായിട്ട് അടിച്ച, അല്ലെങ്കിൽ ആ ജയിലിലേക്ക് കടത്തുമ്പോൾ ആ കാലാമത്തിലിട്ട് പൂട്ടുന്ന ഈ കാരാഗ്രഹ പ്രമാണി, ഈ ജയിലർ ഇന്ന് പൗലോസിന്റെ അടുക്കൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ കഷ്ടതയിൽ നിന്ന് ഉളവായ ഒരു സഭയാണ് ഫിലിപ്പിയിലെ സഭ എന്ന് പറയുന്നത്. പൗലോസിന്റെയും ശീലാസിന്റെയും കഷ്ടതയിൽ അവർ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ അതിൽ നിന്നാണ്, ആ ഭൂകമ്പം കൊണ്ടല്ല കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടത്. കാരാഗ്രഹ പ്രമാണി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് നിനക്കൊരു ദോഷവും ചെയ്യരുത് എന്ന്. തലേ ദിവസം ഞാൻ അതിനെ ഇങ്ങനെ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. തലേ ദിവസം നന്നായിട്ട് അടിച്ച് ശരീരം പൊളിച്ചതായിട്ടുള്ള 2 തടവുകാർ ഇന്ന് തന്നോട് വളരെ സ്നേഹത്തോട് പറയുകയാണ്, കാരാഗ്രഹ പ്രമാണിയോട് പറയുന്നു, നിനക്കൊരു ദോഷവും ചെയ്യരുത്, നീ തന്നെത്താൻ കൊല്ലരുത്. അവൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണ്. നീ തന്നെത്താൻ കൊല്ലരുതെന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ മുമ്പിൽ കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയം തകർന്നു. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ കഷ്ടതയിൽ പാടുവാൻ പൗലോസിനും ശീലാസിനും കഴിഞ്ഞതുകൊണ്ട് ആ സഭയുടെ ഏറ്റവും അനുഗ്രഹകരമായ നിമിഷങ്ങളായിട്ട് അത് മാറി. അവിടുത്തെ ഏറ്റവും പ്രമാണിയായ ഒരു മനുഷ്യനായിരിക്കാം ഈ കാരാഗ്രഹ പ്രമാണി. അദ്ദേഹവും ഇതാ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നു. പിന്നീടുള്ള സംഭവങ്ങളെ നമുക്കറിയാമല്ലോ. അപ്പോ ജീവിതത്തിലെ കഷ്ടതകൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി, അതുകൊണ്ടാണ് പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വസിപ്പാൻ മാത്രമൊന്നും അല്ല, കഷ്ടം അനുഭവിപ്പാനും വരം നൽകിയിരിക്കുന്നു. അപ്പൊ വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്. മാത്രമല്ല, അതിന്റെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്, നാം ദൈവവചനം ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കും. നാം കൂടുതലായി കർത്താവിനെ പോലെ ആയിത്തീരും. then more we will become like Christ. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ലോകം നമ്മെ പകയ്ക്കുമെന്നുള്ളത്. കർത്താവ് പറഞ്ഞു, ഈ ലോകം എന്നെ പകച്ചെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. അപ്പം ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലില് കർത്താവിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുന്ന സ്വഭാവം അവൻ ഉളവാകുമ്പോൾ ലോകം അവനെ പകയ്ക്കും. ലോകം അവനെ പകയ്ക്കുമ്പോൾ അവന് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു ജീവിത അനുഭവം, ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുകയും ചെയ്യുന്ന ദൈവ പൈതൽ താൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് മുഖാന്തരമായി തീരും. മാത്രവുമല്ല, ആ കഷ്ടത സഹിപ്പാനായിട്ടുള്ള കഴിവും അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ടുള്ള അവസരവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കും. കാരണം ദൈവത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ പൈതലിൽ വ്യാപരിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ വി ഹാവ് എ ഗുഡ് പർപ്പസ് ടു അച്ചീവ്. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അത് നമുക്ക് കഴിയുകയില്ല. വി ഹാവ് എ പവർ ടു റിസീവ്. ദൈവം നമുക്ക് അതിനായിട്ട് തൻ്റെ ശക്തി നമ്മിൽ വ്യാപരിപ്പാനായിട്ട് നൽകിയിട്ടുണ്ട്. ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന 3 ഉപകരണങ്ങളാണ് വേർഡ് ഓഫ് ഗോഡ്, പ്രയർ ആൻഡ് സഫറിങ്. ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉളവാകുന്ന കഷ്ടതകളും നമ്മെ ദൈവശക്തി നമ്മിൽ വ്യാപരിച്ച് കർത്താവിനെ പോലെ അനുരൂപമായി തീരുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതായി തീരും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ അനുഭവം, ആ അനുഭവത്തിന്റെ അനന്തരഫലം എന്താണ്? വി ഹാവ് എ പ്രോമിസ് ടു റിസീവ്. നമുക്കൊരു വലിയ ഒരു വാഗ്ദത്തം നമ്മിൽ അവശേഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ 2:16-17 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന്. അങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു ദൈവ പൈതലിന്
I may boast on the day of Christ that I did not run or labor for nothing. പൗലോസിന് പറയാനുണ്ട്, ഞാൻ ഈ കഷ്ടം അനുഭവിച്ചത്, ഫിലിപ്പിയരെ ഞാൻ ഫിലിപ്പിയയിൽ വെച്ച് അനുഭവിച്ചതായിട്ടുള്ള കഷ്ടം, ഞാനിപ്പോൾ റോമയില് കാരാഗ്രഹത്തിലായിരിക്കുന്നത് വെറുതെ അല്ല, വെറുതെ ആയില്ല എന്ന് എനിക്ക് വരും, എനിക്ക് പ്രശംസ ഉണ്ടാകുന്ന എന്നാണ് കർത്താവിന്റെ നാളിൽ. we have a future joy to receive. നമുക്കൊരു വലിയ സന്തോഷം ലഭിക്കാനായിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന പ്രശംസ അവിടെ ആകട്ടോ, ഈ ലോകത്തിലല്ല. കർത്താവിന്റെ നാളിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയുമോ? ഇത്ര കാലത്തെ ക്രിസ്തീയ ജീവിതം ഞാൻ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ഓടിയതോ ഞാൻ അധ്വാനിച്ചതോ വെറുതെ ആയില്ല എന്ന് കർത്താവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും എന്ന് പറയുവാൻ, ധൈര്യപൂർവ്വം പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ? I may boast on the day of Christ that I did not run or labor for nothing. ഞാൻ വെറുതെ അല്ല ഓടിയത്. ഇത്രയും കാലം ഓടിയിട്ട് കർത്താവിന്റെ സന്നിധി ചെന്ന് നിൽക്കുമ്പം ഒന്നും കിട്ടാനില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് എത്ര ദുഃഖകരമായ ഒരു അനുഭവമായി. പല കാര്യങ്ങൾക്ക് വേണ്ടി നാം ഓടി, പല കാര്യങ്ങളിൽ നാം പ്രവർത്തിച്ചു, പല പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്തു, പല കാര്യങ്ങൾ നാം ചെയ്തു. പക്ഷേ കർത്താവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുമോ? Will I be able to boast on the day of Christ? അത് ഒന്നുമില്ലാതെ വട്ടപൂജ്യമായി തീരുമോ? നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യണം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, അപ്പൊ we have a purpose to achieve, we have a power to receive, and we have a promise to believe. നമുക്ക് വിശ്വസിപ്പാൻ നമുക്കൊരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് കർത്താവിന്റെ നാളിൽ ഒരു പ്രതിഫലമുണ്ട്, കർത്താവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ആ ഒരു വിശ്വാസം, അതിൽ ഞാൻ സന്തോഷിക്കും എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ് 17-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. ഫിലിപ്പി ലേഖനത്തെ കുറിച്ച് നാം തുടക്കത്തിൽ ചിന്തിച്ചു. വൺ വേർഡില് പറയുവാനായിട്ടുണ്ടെങ്കിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് ഈ ഫിലിപ്പി ലേഖനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, അതിന്റെ രത്ന ചുരുക്കം എന്ന് പറയും. ഇവിടെ പറയുന്നു, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അതായത് ഈവൻ ഇഫ് ഐ ബി poured out as a drink offering, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ, പഴയ നിയമകാലത്ത് പുറപ്പാട് പുസ്തകത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, ഒരു പാനീയയാഗം, രക്തമൊഴിക്കുന്ന ശുശ്രൂഷ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തന്റെ രക്തം ഒഴിച്ച് ഒരു പാനീയയാഗമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ രക്തം അവിടെ ഒഴിക്കപ്പെട്ടു. അതുപോലെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന്, ഫിലിപ്പിയ സഭ വിശ്വാസത്തിൽ വളരേണ്ടതിന് എൻ്റെ രക്തം അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കും. പൗലോസ് പറയുന്നുണ്ടല്ലോ, എഫേസ്യ ലേഖനം 20-ാം അധ്യായത്തില് എഫെസോസിൽ നിന്നുള്ള മൂപ്പന്മാരെ വരുത്തി അവരോട് പറയുന്നു, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെ അപ്പോ രക്തം ഞാൻ ഇവിടെ ഒഴിക്കേണ്ടി വന്നാലും, പ്രിയമുള്ളവരെ, എത്ര പേര് അവരുടെ രക്തം ഈ മണ്ണിൽ ഒഴിച്ചത് കൊണ്ടാണ് ഇന്ന് നാം ഒക്കെ വിശ്വാസത്തിൽ നിൽക്കുന്നത്. എത്രയോ ചരിത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രക്തം ഒഴിക്കാന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൊല്ലപ്പെട്ടവരുടെ രക്തം ഈ ഭൂമിയിൽ വീണു എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. അവരുടെ ജീവൻ തന്നെ, അവരുടെ ജീവിതം തന്നെ ഇവിടെ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. ഇന്ന് ഈ ബൈബിള് കയ്യിലിരിക്കുന്നതും എത്രയോ മിഷണറിമാരെ ഇവിടെ വന്ന് അവരുടെ ജീവൻ ഈ മണ്ണിൽ അർപ്പിച്ചത് കൊണ്ടാണ് അവരിവിടെ ഒരു പാനീയയാഗമായിട്ട് തീർന്നു. നമുക്കറിയാം, 1999 ഗ്രഹാം സ്റ്റെയിൻസും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അവരുടെ ജീവൻ ഒറീസയുടെ മണ്ണിൽ അർപ്പിച്ചു. അതുപോലെ അനേകരെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, അനേകരെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന്
ഫിലിപ്പിയിലെ സഭ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന്, ഫിലിപ്പിയിലെ വിശ്വാസികൾ ശക്തരായി ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ദൈവത്തിന് കൊള്ളാകുന്നവരായി നിൽക്കേണ്ടതിന് എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും എൻ്റെ രക്തം അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. കാരണം എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളിൽ പുകഴ്ച ഉണ്ടാകും. ലോർഡ് ജീസസ് വിൽ അപ്രീഷിയേറ്റ് മീ. കർത്താവായ യേശു ക്രിസ്തു അന്ന് എൻ്റെ പ്രശംസാ കിരീടമോ എന്നൊക്കെ നാം വായിക്കുന്നുണ്ടല്ലോ. ആരാകുന്നു? നിങ്ങളല്ലയോ? അപ്പൊ നാം കർത്താവിങ്കിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ആത്മാവും, ഓരോ വ്യക്തി ജീവിതവും സ്വർഗത്തിൽ നമ്മുടെ പ്രശംസാ കിരീടങ്ങളായിട്ട് തീരും. നിങ്ങളല്ലയോ എൻ്റെ പ്രശംസാ കിരീടങ്ങൾ എന്ന പൗലോസ് ഒരിടത്ത് പറയുന്നു. അപ്പം കർത്താവിന്റെ നാളിൽ എനിക്ക് പുകഴ്ചയുണ്ടാകും. അപ്പൊ ഫിലിപ്പിയിലെ സഭ, ഫിലിപ്പിയിലെ വിശ്വാസികൾ, ഞാൻ ഇത്രയും ഓടിയിട്ട്, ഞാൻ അവിടെ വന്നു, അടി കൊണ്ടു, ജയിലിൽ കിടന്നു, ഞാൻ അവിടെ താമസിച്ചു പ്രവർത്തിച്ചു, അത് വെറുതെ ആയില്ല. കർത്താവിന്റെ നാളിൽ നിങ്ങളെ എനിക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ എൻ്റെ പ്രശംസാ കിരീടങ്ങളായിട്ട് തീരും. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി എൻ്റെ രക്തം ഇവിടെ അർപ്പിക്കേണ്ടി വന്നാലും ഞാൻ അതിൽ സന്തോഷിക്കും. അതുകൊണ്ട് എൻ്റെ രക്തം ചിന്തേണ്ടി വന്നാലും നിങ്ങളും സന്തോഷിപ്പീൻ എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം നമുക്കുണ്ടോ? നമുക്ക് ഈ രാത്രി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്, പൗലോസ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഹി ഹാസ് പ്രസന്റഡ് ദ എക്സാമ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക നമ്മെ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ തന്നെ മാതൃക ഫിലിപ്പിയരുടെ മുമ്പാകെ വെക്കുകയാണ്. തൻ്റെ തന്നെ മാതൃക വെക്കുകയാണ്. അപ്പൊ ഫിലിപ്പിയര് ന്യായമായിട്ടും നാച്ചുറലി പൗലോസിനോട് ഇപ്രകാരം പറയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറയുന്നത് കർത്താവ് ദൈവമായിരുന്നു, ദൈവിക ശക്തി അവനിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കർത്താവ് അങ്ങനെ വന്നു. അതുപോലെ ഞങ്ങൾക്ക് കഴിയുകയില്ല. നീ പൗലോസിനോട് പറയുമ്പോൾ അവർ വേണേ പറയും, പൗലോസെ, നീ വിളിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായിരുന്നു, നീ അതുപോലെ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, നിന്നിൽ ദൈവത്തിന്റെ ശക്തി അതുപോലെ വ്യാപരിച്ചു, അതുകൊണ്ട് നിനക്ക് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ വെറും സാധാരണക്കാരായ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുന്നത് എന്ന് ഒരു പക്ഷേ അവർക്ക് പൗലോസിനോട് ചോദിക്കും. അതുകൊണ്ട് പൗലോസ് എന്താ ചെയ്യുന്നത്? പൗലോസ് ഇവിടെ മറ്റ് 2 പേരുടെ മാതൃകയുടെ ചൂണ്ടിക്കാണിക്കുന്നു. ദേ ആർ ഓർഡിനറി ബിലീവേഴ്സ്, അൺലൈക്ക് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് പോൾ ദി അപ്പോസ്റ്റൽ. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയോ പൗലോസിനെ പോലെ അല്ലാത്ത സാധാരണക്കാരായ 2 വിശ്വാസികളെ ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ. 19-ാമത്തെ വാക്യത്തില് 19 മുതൽ ഇന്ന് നമുക്ക് തീമത്തിയോസിനെ കുറിച്ച് പഠിക്കാം. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങള് എല്ലാവരും ശ്രദ്ധയോടെ വായിക്കേണ്ടതായിട്ടുള്ള വാക്യമാണ്. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തീമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. So he is giving the example of Timothy to the Philippian believers. അവരങ്ങനെ പറഞ്ഞാൽ തന്നെ തീമത്തിയോസിന്റെ ഒരു ഉദാഹരണം, ഒരു മാതൃക അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് 2 സാധാരണ വിശ്വാസികളെ കുറിച്ച്. ഞാൻ ഇവിടെ കണ്ടതായിട്ടുള്ള മലയാളത്തില് 19-ാമത്തെ വാക്യത്തില്, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയിലെ സഭയിൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള വസ്തുത ആരറിഞ്ഞു? പൗലോസ് അപ്പോസ്തലൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ അവര് പൗലോസ് റോമയിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, റോമയിലെ ഹൗസ് അറസ്റ്റില് വീട്ടു തടങ്കലിലായിരിക്കുമ്പോൾ, ഒരു പടയാളിയോടുകൂടെ വേറിട്ട് താമസിക്കുമ്പോൾ പൗലോസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫിലിപ്പിയിലെ സഭ ഒരു സംഭാവന, ഒരു ഗിഫ്റ്റ് കൊടുത്തയക്കുന്നു. ആ ഗിഫ്റ്റുമായിട്ട് എപ്പഫ്രോദിത്തോസ് അങ്ങോട്ട് വരുമ്പോൾ എപ്പഫ്രോദിത്തോസിൽ നിന്നും മനസ്സിലാക്കുന്നു അവിടെ 2 സ്ത്രീകൾ അല്ലേ, അത് പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നുണ്ട്, യുവോദ്യയും സുന്ദകയും 4-ാം അധ്യായത്തിൽ. അവരെ കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ
അവരെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ പശ്ചാത്തലത്തിലൊക്കെയാണ് 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ. കാര്യം അവിടെ ഒരു ഗ്രൂപ്പിസം, അവിടെ ചില പ്രശ്നങ്ങൾ, ഭിന്നതകൾ ഉണ്ടായിരുന്നു ഫിലിപ്പിയിലെ സഭയിൽ. അപ്പൊ ആ വസ്തുത പൗലോസ് അറിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണല്ലോ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകഭാവം പൂണ്ട് ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട ഏകഭാവം ഉള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. അപ്പൊ പൗലോസിന്റെ സന്തോഷം കുറച്ച് നഷ്ടപ്പെട്ടു. കാരണം ഫിലിപ്പിയിലെ സഭയിൽ ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് പൗലോസിന് വളരെ ഭാരമുണ്ട്. പൗലോസ് അതുകൊണ്ട് എന്താ പറയുന്നത്, നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട്, 19-ാമത്തെ വാക്യം, നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് ഞാൻ തീമത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കും. ഇപ്പൊ പൗലോസിന് ഇപ്പൊ അവിടോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഹി ഈസ് അണ്ടർ ഹൗസ് അറസ്റ്റ്. താനെ തടങ്കലിലായിരിക്കുന്നത് കൊണ്ട് പൗലോസിന് പോകാൻ പറ്റത്തില്ല. അപ്പൊ പൗലോസിന് പകരക്കാരനായിട്ട് ഇപ്പൊ ആരെ അയക്കാനാ താല്പര്യപ്പെടുന്നത്? തീമത്തിയോസിനെ അയക്കാനായിട്ട് താല്പര്യപ്പെടും. എന്നിട്ട് തീമത്തിയോസിനെ കുറിച്ച് മാത്രവുമല്ല, തീമത്തിയോസിനെ എനിക്ക് മനം തണുക്കേണ്ടതിന്, ആ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. താന് സുവിശേഷം അറിയിച്ച്, താൻ സുവിശേഷം പ്രസംഗിച്ചത് മൂലം വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികളുള്ള ഒരു സഭ. ഇന്ന് താൻ അവിടുന്ന് പോയിട്ട് 10-11 വർഷമായി. എന്നാലും ഇന്ന് അവിടെ ഒരു പ്രയാസമുണ്ടെന്ന് കേൾക്കുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ എത്രമാത്രം ഭാരമുണ്ടെന്ന് ഓർത്ത് പൗലോസ് പറയുക, എനിക്ക് മനം തണുക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു ഭാരമുണ്ടോ? പ്രത്യേകിച്ചും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നാം ശുശ്രൂഷ ചെയ്ത സ്ഥലങ്ങളിൽ ഇന്നും ആ സഭ, ആ ഇടവക, ആ കൂട്ടായ്മ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കേൾക്കുന്നത് എത്രയോ സന്തോഷകരമായ അനുഭവമാണ്. എന്നാൽ ഇന്ന് അവിടെ ഒരു പ്രയാസമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. അവരിൽ ചില വിശ്വാസത്തിൽ നിന്ന് വേർപെട്ട് പോയി, പിന്നോട്ട് പോയി, പിന്മാറ്റത്തിലായി എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം പ്രയാസമുണ്ട്. അവിടെ ഭിന്നതയുണ്ടെന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം പ്രയാസമുണ്ട്. പൗലോസിന് മനം തണുക്കണം. പൗലോസ് ജയിലിലാണെങ്കിലും അവരെ ഓർക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്ക് സകല സഭകളെ കുറിച്ചുമുള്ള ചിന്താഭാരമുണ്ടെന്ന് വേറൊരിടത്ത് പറയും. അതുകൊണ്ട് തീമത്തിയോസിനെ അങ്ങോട്ട് അയക്കാം, വളരെ സങ്കടമുളവാകുന്ന ഒരു സാഹചര്യത്തിൽ. എന്നിട്ട് ഹി ഈസ് ഗിവിങ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് തിമത്തി. തീമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് തീമത്തിയോസിന്റെ 2-3 ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് പ്രവേശിക്കും. തീമത്തിയോസിനെ, ഐ ഹാവ് നോ വൺ എൽസ് ലൈക്ക് ഹിം. എനിക്ക് അവനെ പോലെ മറ്റൊരുത്തനെ അങ്ങോട്ട് വിടാൻ ഇപ്പൊ ഇല്ല. ഐ ഹാവ് നോ വൺ എൽസ് ലൈക്ക് ഹിം. അവനെ പോലെ തുല്യ ചിത്തനായി മറ്റാരെയും എനിക്ക് കാണുന്നില്ല. പിന്നെ പറയുന്നു, എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്, ആരും കർത്താവിന്റെ കാര്യം നോക്കുന്നില്ല. കർത്താവിന്റെ കാര്യം നോക്കുന്നവരെ ആരെ എനിക്കിവിടെ കണ്ടുമുട്ടുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ആകെ നോക്കിയിട്ട് ഒരു തീമത്തിയോസെ ഇപ്പോൾ എനിക്ക് വിടാൻ. അതുകൊണ്ട് ഞാൻ അവനെ അങ്ങോട്ട് അയക്കുക. എന്നിട്ട് പറയുകയാണ്, ബട്ട് തിമത്തി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ്. തിമത്തി തന്നെത്താൻ തെളിയിച്ചു. എന്താ തെളിയിച്ചത്? ബിക്കോസ് ആസ് എ സൺ വിത്ത് ഹിസ് ഫാദർ, ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, he has served with me in the work of the gospel. സുവിശേഷ ഘോഷണത്തിൽ ഒരു മോൻ അപ്പന്റെ കൂടെ എങ്ങനെ നിന്ന് ഒരു വീട്ടിലെ ജോലി ചെയ്യുന്നോ, അപ്പനെ എങ്ങനെ മോൻ സഹായിക്കുന്നോ, അതുപോലെ ആത്മാർത്ഥതയോടെ തീമത്തിയോസ് എൻ്റെ കൂടെ നിന്ന് സുവിശേഷം അറിയിച്ച് അവൻ തന്നെത്താൻ തെളിയിച്ചു. അവൻ വിശ്വസ്തനെന്ന്, അവൻ ദൈവകൃപയുള്ളവനെന്ന് തെളിയിച്ചു. അതുകൊണ്ട് അവനെ അങ്ങോട്ട് അയക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. അവനെ പോലെ വേറെ ആരെയും ഞാൻ ഇവിടെ കാണുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ. കാരണം പൗലോസ് ഇപ്പോൾ റോമയിൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ സാഹചര്യമൊക്കെ നാം നേരത്തെ പഠിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പൗലോസ് തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് താമസിക്കുന്നു, കൂലിക്ക് വാങ്ങിയ വീട്ടിൽ താമസിക്കുന്നു. എന്നാലും ഹി ഈസ് ഗാർഡഡ് ബൈ ദ സോൾജിയേഴ്സ്. അകമ്പടി പട്ടാളത്തിലുള്ളവര് അവനെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു സമയത്താണ് പൗലോസ് ആയിരിക്കുന്നത്. അപ്പൊ പൗലോസിന് ഫിലിപ്പയിലോട്ടൊന്നും പോകാൻ കഴിയത്തില്ല.
ഫിലിപ്പിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് കഴിയത്തില്ല. അതിനാണ് തീമോത്തിയോസിനെ അയക്കുന്നത്. മാത്രവുമല്ല, ചില ദിവസങ്ങൾക്കപ്പുറം കൈസറിന്റെ മുമ്പാകെ, സീസറിന്റെ മുമ്പാകെ തൻ്റെ കേസ് വിചാരണയ്ക്ക് എടുക്കുമ്പം സീസറിന്റെ മുമ്പാകെ അവിടെ വിചാരണ നേരിടണം. വിചാരണ നേരിട്ട് കഴിയുമ്പോൾ സീസർ എന്താണ് വിധിക്കുന്നതെന്ന് പ്രത്യേകിച്ചും പറയുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ റോമൻ സീസർ വിധിക്കുകയാണ് പൗലോസിനെ കൊല്ലുവാൻ വിധിച്ചാൽ എന്താകുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞു എൻ്റെ കാര്യം എങ്ങനെ ആകുമെന്ന് അറിഞ്ഞ ഉടനെ, ഇവിടെ പറയുന്നു എൻ്റെ കാര്യം 23-ാമത്തെ വാക്യം, ആകയാൽ എൻ്റെ കാര്യം എങ്ങനെ ആകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. എന്നിട്ട് ഹി ഹാസ് എ ഹോപ്പ് ഓഫ് റിലീസ്, അവിടെ അത് വിട്ടയക്കുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ഞാനും വേഗം വരാമെന്ന് ആശിക്കുന്നു. അപ്പൊ അതാണ് സിറ്റുവേഷൻ, അതാണ് സാഹചര്യം. ഇനി നമുക്ക് തീമോത്തിയോസിനെ നോക്കാം. തീമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ തീമോത്തിയോസ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ തീമോത്തിയോസിനെ കുറിച്ചൊരു വിവരണം നമുക്ക് ലഭിക്കുന്നു. തീമോത്തിയോസ് ആരായിരുന്നു? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. പൗലോസ് അപ്പോസ്തലൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്താണെങ്കിൽ നാം പറയും തീമോത്തിയോസ് എന്ന് പേരുള്ള ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ശിഷ്യൻ എന്ന്, ഡിസൈപ്പിൾ എന്നുള്ള വാക്ക്. മാത്രവുമല്ല, തീമോത്തിയോസിനെ കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പേര് ആരുടെ പേരാ? അവന്റെ അമ്മയുടെ പേര്. വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. അപ്പൊ അമ്മയിൽ ആ വിശ്വാസമുണ്ട്. അമ്മ അവനെ വിശ്വാസത്തിൽ വളർത്തി. അതിവിടെ വളരെ പ്രത്യേകമായിട്ട് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്. Paul had a very good appreciation about Timothy's mother. അവന്റെ അമ്മയുടെ പേര് യുനീക്ക എന്നാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ഫസ്റ്റ് തിമോത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. യൂനിസ് ആൻഡ് ലോയിസ്. അപ്പം വല്യമ്മ വിശ്വാസിയായിരുന്നു, അമ്മ വിശ്വാസിയായിരുന്നു. അവരെ കുറിച്ച് എടുത്തു പറയുമ്പോൾ അവരെ ക്വാളിഫൈ ചെയ്യുന്ന വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തീമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവനൊരു ശിഷ്യനായിരുന്നു. പിന്നെ അവന്റെ അപ്പൻ യവനനായിരുന്നു. എന്നാൽ അമ്മ യഹൂദ സ്ത്രീ ആയിരുന്നെങ്കിലും അപ്പൻ ആരായിരുന്നു? ഒരു ഗ്രീക്കുകാരനായിരുന്നു, യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. മാത്രവുമല്ല, ഹി ഹാഡ് എ ഗുഡ് ടെസ്റ്റിമണി ഇൻ ഹിസ് ചർച്ച്, ഇൻ ഹിസ് ഫെലോഷിപ്പ്. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പം അമ്മ വിശ്വാസിയാണ്, അവനൊരു ശിഷ്യനാണ്. മാത്രവുമല്ല, ഹി ഹാഡ് എ ഗുഡ് ടെസ്റ്റിമണി ഇൻ ഹിസ് ഫെലോഷിപ്പ്. നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ, നമ്മളായിരിക്കുന്ന സഭയിൽ നമ്മെക്കുറിച്ച് ഒരു നല്ല സാക്ഷ്യമുണ്ടോ? നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാനായിട്ട് കഴിയുമോ? ഇന്ന് കുടുംബ പാരമ്പര്യങ്ങളൊക്കെ പറയുമ്പം വലിയ പണക്കാരിയായ ഒരു സ്ത്രീയുടെ മകനെന്നല്ല ഇവിടെ പറയുന്നു. അവന്റെ അപ്പൻ വളരെ വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്ത് ധാരാളം പണം സമ്പാദിച്ച വ്യക്തിയായിരുന്നെന്നല്ല പറയുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു, അവന്റെ അപ്പൻ വലിയ ബിസിനസ്സുകാരനായിരുന്നെന്നല്ല പറയുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു, അവന്റെ അമ്മ വിശ്വാസമുള്ള യഹൂദ സ്ത്രീ ആയിരുന്നു. മാത്രമല്ല, അവന്റെ വല്യമ്മയെ കുറിച്ചും നാം തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. മാത്രവുമല്ല, അവന്റെ കോൺഗ്രിഗേഷനിൽ, അവനായിരിക്കുന്ന സ്ഥലം, സഭയിൽ അവനെക്കുറിച്ച് ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവൻ. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് ആളുകളെ അയക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയും ആരെയും കൈ കിട്ടിയാൽ അങ്ങ് അയക്കുക എന്നുള്ള ആ ഒരു കാര്യം നാം സ്വീകരിക്കുന്നു. നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ മുന്നോട്ട് വരുമ്പോൾ അവരെ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം എന്ന് നാം പ്രത്യേകമായിട്ട് അതിനെ കാണേണ്ടതായിട്ടിരിക്കുന്നു. He obtained a good report from his congregation. എന്നിട്ട് പറയുകയാണ്, അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അപ്പൊ പൗലോസ് തീമോത്തിയോസിനെ നോക്കുമ്പോൾ അവനൊരു നല്ല ശുശ്രൂഷകനായി, നല്ലൊരു സെർവന്റായി, നല്ലൊരു സബ്മിസീവ് മൈൻഡ് ഉള്ളവനായിട്ട് തീമോത്തിയോസിനെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് 2 തീമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് തീമോത്തിയോസിന് എഴുതുമ്പോൾ
ഒരിടത്ത് പറയുന്നുണ്ട് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തിയോസ് എന്ന് പറയുന്നുണ്ട്. 1 Timothy chapter 1 verse 2. 1 തീമത്തിയോസ് 2 അവിടെ പറയുന്നു അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്തിയോസിന് എഴുതുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നോക്കിയേ. മകനെ തീമത്തിയോസേ, തിമത്തി മൈ സൺ എന്നാ വിളിക്കുന്നു. മകനെ തീമത്തിയോസേ. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കിയാൽ 2 തീമത്തിയോസ് 2:1 തിമത്തി മൈ സൺ ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്റെ മകനെ തീമത്തിയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തിട്ട് പോയവൾക്ക് പറയുവാനായിട്ട് കഴിയുമോ? എത്രമാത്രം ഒരു ക്ലോസ് നിറ്റ് റിലേഷൻഷിപ്പ്. തിമത്തി മൈ സൺ, എന്റെ മകനെ. അപ്പൻ അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കും. തിമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിന്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. Paul's heart filled with the warmth of that relationship with Timothy. സ്വന്തം മകനല്ല, പക്ഷേ തൻ്റെ പ്രസംഗം മൂലം, താൻ സുവിശേഷം അറിയിച്ചത് മൂലം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ഒരു പൈതൽ. അവന്റെ അമ്മ നല്ല വിശ്വാസമുള്ള സ്ത്രീ, വലിയമ്മ വിശ്വാസിയായ സ്ത്രീ. അവനെ ഇപ്പൊ പൗലോസിന് പകരക്കാരനായി, ഞാൻ പോകേണ്ടിടത്ത് എനിക്ക് പകരക്കാരനായി അയക്കുവാൻ മറ്റാരെയും ഞാൻ കാണുന്നില്ല, ഞാൻ തീമത്തിയോസിനെ കാണുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇന്ന് പൗലോസിന് അത്രമാത്രം ഒരു കോൺഫിഡൻസ് തീമത്തിയോസിനെ സംബന്ധിച്ചുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ പോകുന്നതിന് പകരം ഇന്നാര് പോയാൽ മതി എന്ന് പറയുവാനായിട്ട് കഴിയുമോ? എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം. അത്രമാത്രം പൗലോസിന് തീമത്തിയോസിനെ ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അതുകൊണ്ട് 1-ാമത് തീമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ 19 മുതൽ 21 വരെയുള്ള വാക്യം, 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 21, ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്. തീമത്തിയോസിന് ഒരു ദാസന്റെ മനോഭാവം ഉണ്ട്. ആ മനോഭാവം ആരുടെ മനോഭാവമാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനോഭാവം. അവൻ ദാസരൂപം എടുത്തു എന്ന് നാം 2-ാം അധ്യായത്തിലെ വായിക്കുന്നു. സ്വർഗത്തിലെ സകല മഹിമകളും വെടി. ഹി ഹാഡ് എ ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഫോർ പീപ്പിൾ ആൻഡ് ദർ നീഡ്സ്. ആളുകളെ സംബന്ധിച്ച്, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, ആത്മീകവും ഭൗതികവും ശാരീരികവുമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും താല്പര്യവും ഉള്ള വ്യക്തിയായിരുന്നു തീമത്തിയോസ്. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്താ? ആളുകളെ എങ്ങനെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, ആളുകളെ എങ്ങനെയെങ്കിലും വശീകരിച്ച് കക്ഷത്തിലാക്കുവാൻ, കയ്യിലാക്കി തനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാനായിട്ട് പലപ്പോഴും ശുശ്രൂഷകരെ ശ്രമിക്കാറുണ്ട്. നല്ല വാചാലമായിട്ട് ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ആളുകളെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുപ്പിയിലിറക്കാൻ കഴിയുന്ന, ഞാൻ ആ വാക്കുകളൊക്കെ അങ്ങ് ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആത്മാക്കളുടെ, വ്യക്തികളുടെ ആത്മീകവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിൽ തൽപരനായ ഒരു വ്യക്തിയായിരുന്നു തീമത്തിയോസ്. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വിന്നിങ് ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ. കുറെ സുഹൃത്തുക്കളെ നേടിയെടുക്കണം, അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കണം, അവര് നമ്മളോട് കൂറും വിശ്വസ്തയും ഉള്ളവരായിട്ട് നിൽക്കണം എന്നുള്ളതല്ലായിരുന്നു തീമത്തിയോസിന്റെ ലക്ഷ്യം. അവര് കർത്താവിനെ അറിയണം, അവര് കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്നവരാകണം, അവരാത്മശക്തി പ്രാപിക്കുന്നവരായി തീരണം, അവരുടെ ജീവിതങ്ങളെ വിശുദ്ധമായി കർത്താവിന് സൂക്ഷിക്കപ്പെടുന്നതായി തീരണം. അതായിരുന്നു തീമത്തിയോസിന്റെ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു തീമത്തിയോസ്. ആളുകളുടെ ആത്മീക ക്ഷേമത്തിൽ തൽപരനായ വ്യക്തി. 100 കണക്കിന് വിശ്വാസികൾ റോമയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് പൗലോസ് എഴുതുമ്പോൾ. നമ്മൾ റോമാലേഖനം 16-ാം അധ്യായം എടുത്താൽ ഒരു 10-40 പേരുടെയും പേര് പറഞ്ഞാണ് പൗലോസ് ഓരോരുത്തരെയും ഗ്രീറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് ആർക്കും ഫിലിപ്പേ വരെ ഒന്നും പോകാൻ സമയമില്ല. ഒന്ന് ഓർത്തു നോക്കണം. ഇത്രയും വിശ്വാസികളുള്ള, പ്രത്യേകിച്ചും പേരെടുത്ത് പറയത്തക്ക വിധത്തിലുള്ള വിശ്വാസികളുണ്ട്. പക്ഷെ അവരെ ആരെയും ഇപ്പം പൗലോസിന് ഫിലിപ്പിയിലേക്ക് ഒന്ന് അയക്കാൻ, എനിക്ക് അവനെ പോലെ, ഐ ഹാവ് നോ വൺ എൽസ് ലൈക്ക് ഹിം,
അവനെ പോലെ തുല്യ ചിത്തനായി മറ്റാരെയും എനിക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഒരു പക്ഷേ ചിലര് അങ്ങനെ ഉള്ളവരാന്നേ പോലും they were not available to go up to Philippi. ഫിലിപ്പയിൽ വരെ ഒരു ട്രിപ്പ് പോയിട്ട് വരാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇവിടെ തീമത്തിയോസിനെ അയക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കൂട്ടായ്മകളും കൂടിവരവുകളും ഒക്കെ നോക്കിയാൽ വാദിക്കാനും തർക്കിക്കാനും കമ്മിറ്റിയിൽ ഇരിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആളുണ്ടാവും. പക്ഷെ ഒരിടത്ത് പോയി ഒന്ന് ശുശ്രൂഷ ചെയ്യുവാൻ, ചില കാര്യങ്ങളൊന്ന് ചെയ്യുവാൻ ഒരു ഭാരത്തോടെ അതിനുവേണ്ടി ഒന്ന് പോകുവാൻ അങ്ങനെ മനസ്സുള്ളവർ ചുരുക്കമാണ്. ഇനി മനസ്സുള്ള കുറെ പേർക്ക് താല്പര്യമായി. ഇപ്പൊ കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ദർശനമില്ല, ദർശനം ഉള്ളവർക്ക് പോകാൻ മനസ്സില്ല, അല്ലെങ്കിൽ പോകാൻ സമയമില്ല. ചിലർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, കൊടുക്കാൻ പണമില്ല. പണമുള്ളവർക്ക് കൊടുക്കാനും താല്പര്യമില്ല എന്ന് പറയുന്ന പോലെ ശരിയായ ആത്മഭാരമുള്ളവരും കർത്താവിന്റെ വേലയ്ക്കായി പോകുവാനും കഷ്ടം അനുഭവിക്കുവാനും തയ്യാറുള്ളവർ ഇക്കാലത്ത് ചുരുക്കമാണ്. എന്നാൽ സ്റ്റേജ് പങ്കിടുവാനും ലൈം ലൈറ്റ് മിനിസ്ട്രിക്കും ഭാരവാഹികളാകാനും ഒക്കെ ധാരാളം പേരെ കാണുവാനായിട്ട് കഴിയും. ഒരു മിഷൻ ഫീൽഡിലേക്ക് പോകുവാൻ, ഒരു ബുദ്ധിമുട്ട് അനുഭവിപ്പാൻ പലർക്കും താല്പര്യമില്ല. തീമത്തിയോസിനെ കുറിച്ച് ഇവിടെ നോക്കുമ്പോൾ തീമത്തിയോസിന് അങ്ങനെയുള്ള സെർവൻസ് മൈൻഡ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം, ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാകുന്നു. 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കും. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഇന്നത്തെ വിശ്വാസികൾ കൂടുതൽ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണെന്ന് പൗലോസിനെ പോലെ പറയുന്ന ചിലരെങ്കിലും കാണും. എന്നാൽ മറ്റനേകം പേരും യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, പിന്നെ ആരുടെ കാര്യമാണ് നോക്കുന്നത്? സ്വന്തം കാര്യമാണ് നോക്കുന്നത്. അപ്പൊ ഐദർ യു ആർ ഇൻ 121 ഓർ ഇൻ 221. ഫിലിപ്പിയർ 1:21 നാം ഒരു പക്ഷെ ഒന്നുകിൽ ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരായി. ദേ ആർ ലുക്കിംഗ് ആഫ്റ്റർ ദെയർ ഓൺ ഇൻട്രസ്റ്റ്. അവരുടെ സ്വന്തം കാര്യം നോക്കുന്നവരാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല നോക്കുന്നത്. പ്രിയമുള്ളവരെ, നാം എവിടെയാണ്? 1:21 2:21 എന്ന് നമുക്ക് ഒന്നുകൂടെ ശോധന ചെയ്യാം. രണ്ടാമതായിട്ട് തീമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഹി ഹാഡ് എ സെർവൻസ് ട്രെയിനിങ്. അവനൊരു ദാസന്റെ പരിശീലനം ഉണ്ടായിരുന്നു. ഒരു ദാസനായി തീരുവാനായിട്ടുള്ള പരിശീലനം ഇവിടെ നാം കാണുന്നത്. ഞാൻ പെട്ടെന്ന് പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം വായിച്ചല്ലോ. പൗലോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് തീമത്തിയോസ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഉടനെ എന്നാ ഇവനെ അങ്ങ് കൂട്ടിയേക്കാമെന്ന് പൗലോസ് കാണുന്നില്ല. അവൻ വിശ്വാസത്തിലേക്ക് വന്ന ഉടനെ എന്നാൽ എൻ്റെ ടീമിൽ അങ്ങ് ആയിക്കോട്ടെ, അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്, മിടുക്കനാ, കൊള്ളാം, അവനൊരു ഉത്സാഹമുണ്ട്, അവനെ കൂട്ടിയാൽ കൊള്ളാം, അവൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, വല്യമ്മയ്ക്കും വിശ്വാസമുണ്ട്, എന്നാൽ അവനെ ഞാൻ കൂട്ടിയേക്കാമെന്ന് പൗലോസ് കരുതുന്നില്ല. ഇവിടെ 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ പൗലോസ് അവൻ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ ആ സഭയിൽ തുടരുവാനായിട്ട് അനുവദിക്കുന്നു. അവനെ ലുസ്ത്രയിലും ദെർബയിലുമുള്ള ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അപ്പൊ പൗലോസ് തീമത്തിയോസിനെ തന്റെ ടീമിന്റെ ഭാഗമാക്കുന്നത് എപ്പോഴാ? ആഫ്റ്റർ ഒബ്റ്റൈനിങ് എ ടെസ്റ്റിമണി ഫ്രം ഹിസ് ലോക്കൽ കോൺഗ്രിഗേഷൻ. താനായിരുന്ന സ്ഥലം കൂട്ടായ്മയിൽ, സ്ഥലം സഭയിൽ, താനായിരുന്ന പ്രദേശത്തെ ഇടവകയിൽ ആ വിശ്വാസികളുടെ മധ്യേ ഒരു നല്ല സാക്ഷ്യം ലഭിച്ചവനായിരുന്നു. അങ്ങനെ ആയിത്തീർന്നപ്പോ പിന്നെ വന്നപ്പം, രണ്ടാമത് വന്നപ്പം തീമത്തിയോസിനെ കണ്ടപ്പം അവനെ കൂടെ കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടും. പൗലോസ് തീമത്തിയോസിന് കൊടുക്കുന്ന തന്റെ പാസ്റ്ററൽ എപ്പിസലിൽ 1 തീമത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. 1 തീമത്തിയോസ് 3:6 നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പം തന്നെ പിടിച്ച് അവനെ അങ്ങ് ചുമതല ഏൽപ്പിക്കരുത്. ഗിവ് ഹിം ടൈം ടു പ്രൂവ് ഹിംസെൽഫ്. അവന് തന്നെത്താൻ ഒന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അവൻ ആ കൂട്ടായ്മയിൽ ഒന്ന് പ്രവർത്തിക്കണം.
അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മറ്റുള്ളവരിൽ നിന്നൊരു നല്ല സാക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ട് വേണം ആളുകളെ ശുശ്രൂഷ മുഖത്തേക്ക് കൊണ്ടുവരുവാൻ. ഇന്നത്തെ വലിയൊരു പ്രശ്നം, ഒരാൾ പെട്ടെന്ന് അങ്ങ് രക്ഷിക്കപ്പെട്ടു, പ്രത്യേകിച്ചും വളരെ ഞാൻ കൊലപാതകയായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ചെന്നിരുന്നു, ഞാൻ വളരെ മദ്യപാനിയായിരുന്നു, ഞാൻ കഞ്ചാവ് വലിക്കുമായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു. പിന്നെ ആ പുള്ളി ഒരു സാക്ഷ്യം പറയും. ആ സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് ഒരു 100 സ്റ്റേജ് അങ്ങ് കൊടുക്കും. അദ്ദേഹം ഈ സ്റ്റേജ് എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങൊരു വിഭ്രമത്തിലാവും. പലരും അങ്ങനെ തകർന്നു വീണിട്ടുണ്ട്. ഒരു മരത്തിന്റെ വേരുകൾ താഴേക്ക് പോകുന്ന ശേഷം മാത്രമേ അതിന് ശിഖരങ്ങൾ ഉണ്ടാകുവാൻ പാടുള്ളൂ. താഴോട്ട് വേര് പോകാതെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ? ഒരു കാറ്റടിച്ചാൽ ആ മരം പെട്ടെന്ന് മറിഞ്ഞു വീഴും. അപ്പൊ തീമത്തിയോസ് ആ ലോക്കൽ കോൺഗ്രിഗേഷനിൽ നിന്ന്, ആ സ്ഥലം കൂട്ടായ്മയിൽ നിന്ന് തന്നെത്താൻ പ്രൂവ് ചെയ്യുവാനായിട്ട് ഉള്ള സമയം കഴിഞ്ഞിട്ടാണ് പൗലോസ് അവനെ വിളിച്ച് ചേർക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ തീമത്തിയോസിനോട് എഴുതുമ്പം പറയുന്നത്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. 1 തീമത്തിയോസ് 3:6 വാക്യം. രക്ഷിക്കപ്പെടുന്നതിന്റെ പിറ്റേന്നൊരു സംഘടന അങ്ങ് ഉണ്ടാക്കും. രസീത് ബുക്കും അടിക്കും, ബ്രോഷറും അടിക്കും, എല്ലാം ചെയ്യും. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷെ അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല സാക്ഷ്യം കൊണ്ടവരായി നാം ആയിരിക്കുന്നിടത്ത് നമ്മെ തന്നെ തെളിയിച്ച ശേഷം പുറത്തേക്ക് പിന്നീട് കർത്താവിൻ്റെ വയൽ പ്രദേശത്തേക്ക് ഇറങ്ങുവാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, പൗലോസിന്റെ ജീവിതത്തെ കുറച്ച് അടുത്തറിയുവാനായിട്ട് തീമത്തിയോസിന് കഴിഞ്ഞു. 2 തീമത്തിയോസ് 3 10-11 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. പൗലോസ് തീമത്തിയോസിനോട് പറയുന്നുണ്ട്, നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കൊന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. സോ ഹി ക്ലോസ്ലി ഒബ്സർവ് പോൾ. പൗലോസിനെ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിക്കുവാനായിട്ടുള്ള ഭാഗ്യം തീമത്തിയോസിനുണ്ടായിരുന്നു. പൗലോസിന്റെ വിശ്വാസം, പൗലോസിന്റെ ഉദ്ദേശം, പൗലോസിന്റെ നടപ്പ്, പൗലോസിന്റെ ദീർഘക്ഷമ, പൗലോസിന്റെ സ്നേഹം, പൗലോസിന്റെ സഹിഷ്ണുതയും മാത്രമല്ല കഷ്ടം അനുഭവിക്കുന്നതും ഒക്കെ നേരിട്ട് കണ്ടറിഞ്ഞ വ്യക്തിയായിരുന്നു തീമത്തിയോസ്. അങ്ങനെ ഒരു ട്രെയിനിങ് ത്രൂ വാച്ചിങ് പോൾ ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ, പൗലോസിനെ പോലെയുള്ള വലിയൊരു അപ്പോസ്തലനെ അവന്റെ ജീവിതത്തെ അടുത്തറിയുവാൻ, കണ്ടറിയുവാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയായിരുന്നു തീമത്തിയോസ്. അതുകൊണ്ട് ഹി ഹാഡ് എ സെർവന്റ് ട്രെയിനിങ് എക്സ്പീരിയൻസ്. ഇപ്രകാരം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എക്സ്പീരിയൻസ് വിത്തൗട്ട് ടീച്ചിങ് ക്യാൻ ലീഡ് ടു ഡിസ്കറേജ്മെന്റ്. നമുക്ക് കുറെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ യഥാർത്ഥമായ ദൈവവചന അണ്ടർസ്റ്റാൻഡിങ്, ദൈവവചനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവില്ലാതെ കുറെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം നാം ജീവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മെ നിരാശയിലേക്ക് എത്തിക്കും. എന്നാൽ ടീച്ചിങ് വിത്തൗട്ട് എക്സ്പീരിയൻസ് ക്യാൻ ലീഡ് ടു സ്പിരിച്വൽ ഡെഡ്നെസ് എന്നാ പറയുന്നത്. എന്നാൽ ചിലര് വേദപുസ്തകത്തിലെ അറിവ് മാത്രം നേടും, അവർക്ക് പ്രായോഗികമായ ഒരു അനുഭവമില്ല. അനുഭവം ഇല്ലെങ്കിൽ അതൊരു ആത്മീകമായ ചത്ത അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കും. അനുഭവം മാത്രമേ ഉള്ളൂ, ദൈവവചനത്തിന്റെ അടിസ്ഥാനമില്ലെങ്കിൽ അത് നിരാശയിലേക്ക് എത്തിക്കും. എന്നാൽ ദൈവവചനത്തിന്റെ പഠനം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ, അനുഭവങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ആത്മീകമായി ചത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഇത് രണ്ടും ആവശ്യമാണ്. അനുഭവങ്ങൾ ആവശ്യമാണ്. അനുഭവങ്ങളിലൂടെ ദൈവം ഒത്തിരി കാര്യം നമ്മെ പഠിപ്പിക്കും. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനവും നമുക്ക് ആവശ്യമായിട്ട് ഇരിക്കും. ഇനി തീമത്തിയോസിനെ കുറിച്ച് മൂന്നാമത് പറയാനുള്ളൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹി ഹാഡ് എ സെർവൻസ് റിവാർഡ്. 23-24 വാക്യങ്ങള് ഫിലിപ്പി ലേഖനം 2:23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു, ഞാനും വേഗം വരുമെന്ന് കർത്താവിൽ ആശിക്കുന്നു. 1 കൊരിന്ത്യർ 4:17 നാം വായിച്ചാൽ, 1 കൊരിന്ത്യർ 4:17 അവിടെ പൗലോസ് ഇപ്രകാരം തീമത്തിയോസിനെ കുറിച്ച് പറയുന്നു, ഇത് നിമിത്തം
കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തീമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തീമത്തിയോസ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പൗലോസിന് വളരെ കോൺഫിഡൻസോടുകൂടെ, ധൈര്യത്തോടുകൂടെ തീമത്തിയോസിനെ ഒരു സ്ഥലത്തേക്ക് അയക്കുവാനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം എന്താണ്? പൗലോസിന്റെ ഷൂവിൽ നമ്മൾ പറയും, he was able to stand in the shoes of Paul, the great apostle. മാത്രമല്ല, പൗലോസ് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ എഴുത്തെഴുതുന്ന ആർക്കാ? തീമത്തിയോസിന്. 2 തീമത്തിയോസ്, 2 തിമോത്തി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ലാസ്റ്റ് ലെറ്റർ ഓഫ് അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്റ്റലനായ പൗലോസിന്റെ അവസാനത്തെ എഴുത്ത. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, ഞാൻ മരിക്കാൻ പോവാ, എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പറഞ്ഞ് ആ കത്ത് തീമത്തിയോസിന്, തൻ്റെ പ്രിയ മകനായ, എൻ്റെ പ്രിയ മകനെ തീമത്തിയോസെ, പ്രിയ മകനായ തീമത്തിയോസിന് എഴുതുന്ന കത്ത്. ആ കത്തിൽ പൗലോസ് എന്താണ് പറയുന്നത്? പൗലോസ് ചില ചാർജസ്, ചില ചുമതലകൾ തീമത്തിയോസിനെ ഏൽപ്പിക്കുന്നു. അതിലൊരു ചുമതലയാ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായം വിധിപ്പാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് ഞാൻ കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ശ്രമിക്കുക. 2-ാം അധ്യായം 2 തീമോഥെയോസ് 2 വായിക്കുന്നു. അതുപോലെ ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. എൻ്റെ മകനെ തീമോഥെയോസേ, ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പൊ പൗലോസ് തൻ്റെ വിൽപത്രം എന്ന് ഞാനങ്ങ് പറയുകയാണ്, തൻ്റെ അനന്തരാവകാശിയായി ഒരുപക്ഷെ നിയമിച്ചത് അല്ലെങ്കിൽ കണ്ടത് തീമോഥെയോസിനെയാണ്. മോശയുടെ ശേഷം യോശുവ ആ ചുമതല ഏറ്റെടുത്തതുപോലെ പൗലോസ് അപ്പോസ്തലന് ശേഷം ആ വലിയ ചുമതല ഏൽക്കുവാൻ, പൗലോസിന്റെ പിൻഗാമിയായി തീരുവാൻ ദൈവം ഇടവരുത്തിയതായിട്ടുള്ള വ്യക്തിയാണ് തീമോഥെയോസ് എന്ന് പറയും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവം. Because he was not only Paul's son or servant, but he became the successor of Apostle Paul. പൗലോസിന്റെ മകൻ എന്നുള്ള നിലയിലോ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിലോ ഒരു ദാസൻ എന്നുള്ള നിലയിലോ അല്ല, പിന്നീട് തന്റെ പിൻഗാമിയായി തീരുവാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായി തീമോഥെയോസിനായി തീരുവാനായിട്ട് കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 1 മണിക്കൂർ പ്രസംഗം കൊണ്ട് ഒരാൾക്ക് ഈ അനുഭവം ലഭിക്കുകയില്ല. ഒരാഴ്ച ഒരു സെമിനാർ നടത്തിയത് കൊണ്ടോ ഒരു ക്ലാസ് നടത്തിയത് കൊണ്ടോ ഈ തീമോഥെയോസിനെ പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഒരു വ്യക്തി ആയിത്തീരുകയില്ല. സമർപ്പണമുള്ള ഒരു വ്യക്തി, കീഴ്പ്പെടുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നത് ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ചിലപ്പോൾ അത് വർഷങ്ങൾ എടുക്കും. അതിനെ ദൈവം നടത്തുന്നതായിട്ടുള്ള വിധങ്ങൾ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, തീമോഥെയോസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഫിലിപ്പിയരോട് പറയുകയാണ്, ഫിലിപ്പിയിലെ വിശ്വാസികളെ, നിങ്ങള് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു മാതൃക പറഞ്ഞു, എൻ്റെ മാതൃക ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. എന്നാൽ നിങ്ങളെ പോലെയുള്ള ഒരുവനാണ് തീമോഥെയോസ്. ആ തീമോഥെയോസിന്റെ മാതൃക നിങ്ങൾ നോക്കുക. അവന് എപ്രകാരമാ ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. മാത്രമല്ല, ഇന്ന് എനിക്ക് പകരം അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുവാനുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ അതുകൊണ്ട് അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അവൻ വന്ന് എന്നോട് തിരിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനം തണുക്കേണ്ടതിന് ഞാൻ അവനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാമും സാധാരണ വിശ്വാസികളാണ്. നമ്മുടെ ജീവിതം ഒരു തീമത്തിയെ പോലെ ആയിത്തീരുവാൻ, നമ്മുടെ ഇടയിൽ നിന്ന് അനേക തീമോഥെയോസുമാർ എഴുന്നേൽക്കുവാൻ, let there be many more Timothys from our congregations. അങ്ങനെയുള്ള തീമോഥെയോസുമാർ എഴുന്നേൽക്കുവാനായിട്ട് ഇടവരണം. അതിനായിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം. നമ്മൾ അങ്ങനെ ആരെയും വളർത്തിക്കൊണ്ട് വരുന്നുണ്ടോ? എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, ഈ വേദപുസ്തകം എടുക്കുവാൻ, ഈ സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ നിൽക്കുവാൻ ഒരു തീമോഥെയോസിനെ എൻ്റെ പിന്നാലെ വരുത്തുന്നുണ്ടോ? ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പ്രിയമുള്ള ഒരു തീമോഥെയോസിന്റെ ഒരു പശ്ചാത്തലം, അവന്റെ വലിയമ്മയും അവന്റെ അമ്മയും മാത്രമല്ല, അവനൊരു കൃപാവരം ഉണ്ടായിരുന്നു എന്നൊക്കെ നാം വായിക്കുന്നു.
അങ്ങനെയുള്ളവർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കുവാൻ, നമ്മുടെ കൂടിവരവുകളിൽ എഴുന്നേൽക്കുവാൻ, നമ്മുടെ ഭവനത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം ഇടയാക്കട്ടെ. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.